വളരെ സ്വാദിഷ്ടമായ വാഴക്കൂമ്പ് തോരൻ. ഞങ്ങളിവിടെ പറയുന്നത് വാഴക്കുടപ്പെന്ന. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. പലരും വീഡിയോ മുഴുവനായിട്ട് കാണാതെ പോകുന്നുണ്ട്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ വാഴക്കൂമ്പ് തോരനിൽ പയറോ പരിപ്പോ ഒന്നും ചേർക്കണില്ല, അല്ലാതെ തന്നെ ഇത് നല്ല രസമാണ്. വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞെടുത്തു. എന്നിട്ട് അതിൽ പച്ച വെളിച്ചെണ്ണ പുരട്ടിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കറ പോവുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചട്ടി ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറുതായി ഒന്ന് വാടി വരട്ടെ. പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. വാഴക്കൂമ്പിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിയൊക്കെ വേഗം മൂത്ത് വരും. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ, അതുവരെ ഇളക്കി കൊടുക്കാം. വാഴക്കൂമ്പ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇടയ്ക്ക് ഇതൊക്കെ കഴിക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറുതായി അരിഞ്ഞ വാഴക്കൂമ്പ് വെളിച്ചെണ്ണ പറ്റി വെച്ചിട്ടില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. വാഴക്കൂമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കാത്ത എന്താണെന്ന്. ഉള്ളി മൂപ്പിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലേ, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ 3/4 വേവോളം ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളും ഈ വാഴക്കൂമ്പ് തോരൻ ഇതേപോലെ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇതൊരുവിധം പാകമായി വന്നിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചെറിയതിലേക്ക് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയുള്ളി, വേപ്പില എന്നിവ കൂട്ടി ചതച്ചു. ഇതെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല മണമാണ് വരുന്നത്. ഈ തോരൻ മാത്രം കൂട്ടിയാലും ചോറുണ്ണാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നാളികേരം ചതച്ചത് ചേർത്ത് 2 മിനിറ്റോളം അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. വാഴക്കൂമ്പിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനിയാണ് ഞാൻ വേപ്പില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കടുക് പൊട്ടിക്കുമ്പോൾ വേപ്പില ചേർക്കണവർക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊരു ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, വാഴക്കൂമ്പ് തോരൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വാഴക്കൂമ്പ് തോരൻ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വരാം കേട്ടോ.